ഈ തെരഞ്ഞെടുപ്പോടെ ദേവഗൌഡയുടെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ജനതാദൾ സെക്യുലർ നേതാവുമായിരുന്ന CM ഇബ്രാഹിം. ലിംഗായത്തുകളും ന്യൂനപക്ഷങ്ങളും ചേർന്ന ഒരു മൂന്നാം മുന്നണി കർണാടകത്തിൽ രൂപപ്പെടുമെന്ന് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും കർണാടകയിലെ മുതിർന്ന നേതാവുമായ CM ഇബ്രാഹിമാണ് നമ്മോടൊത്ത്. ജനതാദൾ സെക്യുലർ പേരനെ സെക്യുലർ ആകുമ്പോൾ പിന്നെ എങ്ങനെയാ കമ്മ്യൂണലിന്റെ കൂടെ പോവാ? അത് സെക്യുലർ തന്നെ. അതുകൊണ്ട് തീരുമാനം എടുത്തത് ദേവഗൗഡ തെറ്റെന്ന്. അൽഹംദുലില്ലാ ഇപ്പൊ ഹാസന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ദേവഗൗഡ പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റായി, BJP-ക്കാർ നമുക്ക് വേണമെന്ന പോലെ സഹായിച്ചിട്ടില്ല എന്ന്. BJP-ക്കാരൊന്നും അനങ്ങുന്നില്ല, യെഡിയൂരപ്പ അനങ്ങുന്നില്ല. കാരണം ഓൽക്കെല്ലാം ഇത് നിസ്സാരമായ സ്വഭാവമാണ്. ഇങ്ങനത്തെ എല്ലാം ഉണ്ട്, നടക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി ഞാൻ അധികം സംസാരിക്കാൻ പോകുന്നില്ല. ജനതാദൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടിയാണ്, കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി കൂടി നൽകിയ ഒരു പാർട്ടിയാണ്. ഇപ്പോഴത്തെ ഒരു ജനതാദൾ സെക്യുലറിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഒന്നുമില്ല, പറഞ്ഞിട്ട് തുണി ഒരു ഭാഗത്ത് മുണ്ടൊരു ഭാഗത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ കോർട്ടിൽ ഇട്ടിട്ടുണ്ട്, എന്നെ എടുത്തത് തന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. കോർട്ടിന്റെ തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വന്നതിന് ശേഷം ജനതാദള് ഞങ്ങളതാന്ന് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഇപ്പോഴും ജനതാദളായിട്ട് ആ പേരിലാണ് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചുറ്റുന്ന ആ പേരിലല്ലേ. നമ്മളിപ്പോ ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ രീതിയിൽ പിന്തുണ കിട്ടുന്നത്? ഞാൻ പിന്തുണ കോൺഗ്രസ് കാൻഡിഡേറ്റ് തന്നെ എല്ലായിടത്തും. കേരളത്തിൽ മാത്രം ഇടതുപക്ഷത്തിന് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത്. കേരളത്തിൽ ഞാൻ പോയിട്ടില്ല. കർണാടകത്തിൽ ഞാൻ ഇവർ തന്നെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ നേതാക്കളും എൻ്റെ കൂടെ, ഭൂരിപക്ഷം വർക്കേഴ്സ് നേതാക്കൾ എൻ്റെ കൂടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ പൊതുവെ എങ്ങനെ വിലയിരുത്തുന്നത്? കർണാടക എങ്ങനെ? ഒന്നും ജനതാദളിന് ഒന്നും കിട്ടൂല. പോയി കുമാരസ്വാമി എന്നെ വളരെ ബുദ്ധിമുട്ടാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതോടെ അവരത് തീർന്ന് ഇനിയില്ല. അതുള്ള 15 MLA-മാർ ഇങ്ങോട്ട് തിരിച്ചെത്തും. BJP പൊതുവെ ശക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തി കാണിച്ചിരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. കോൺഗ്രസ് ഒരുപാട് കാലമായിട്ട് ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ല, ഒരു ശക്തിയില്ല. BJP-ക്ക് ശക്തി കുറഞ്ഞിന്. മോദിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്ര ശക്തി സീറ്റ് കിട്ടൂല. കേന്ദ്രത്തിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി മുന്നിൽ വരുന്നു. യെസ് അതിപ്പോ ആ സീറ്റ് തന്നെ മനസ്സിലാവും. ഈ ലിംഗേശ്വര സ്വാമി നേരത്തെ സ്ഥാനാർത്ഥിത്വം പിന്നെ പ്രഖ്യാപിക്കുകയും പിൻവലിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴെന്താണ് അത്? ഓരോന്ന് പറഞ്ഞാല് ഹുബ്ലിയിൽ നടന്ന ഒരു പ്രസംഗ, പെണ്ണിന്റെ ഒരു കൊലപാതകം നടന്നത്. അതിന് BJP-ക്കാർ ഒന്ന് ഭയങ്കര കമ്മ്യൂണലാക്കാൻ നോക്കിയത്. അതിനെ കൊണ്ട് സ്വാമീജി പറഞ്ഞില്ല ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ പിന്നെ നിങ്ങളായിട്ട് ഏത് രീതിയിലുള്ള ചർച്ചകളോ അവർ എങ്ങനെ ഒരുമിച്ച് നമ്മളെ ഭാവിയിൽ എന്താ ചെയ്യേണ്ടത്? കർണാടകത്തിൽ ഒരു മൂന്നാം ശക്തി കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. BJP കോൺഗ്രസിന്റെ നടുക്ക് ഒരു മൂന്നാം ശക്തി വരാൻ പറ്റുമോ? യെസ്. അത് എനിക്ക് മുസ്ലിംസ് 80% സപ്പോർട്ടുണ്ട്. അതിൻ്റെ കൂടെ ലിംഗായറ്റ്സും ദലിതും കൂടി കൂടിയാൽ 100% മുസ്ലിംസിന് ഒരു സ്വാഭിമാനം വന്നിനിപ്പോൾ. ദേവഗൗഡയെ പോലെയുള്ള അല്ലെങ്കിൽ കുമാരസ്വാമിയെ പോലുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു എത്രത്തോളം നേതാക്കൾ തന്നെയല്ല ഈ മോന്റെ പ്രശ്നമായാലോ, നേതാക്കൾ തന്നെയല്ല. നിങ്ങൾക്ക് ഇലക്ഷൻ റിസൾട്ട് അറിയിക്കൂ. ഈനെല്ലാം മൊഞ്ചിട്ട് മേക്കപ്പ് ചെയ്ത ഡയറക്ടർ, പ്ലേബാക്ക് സിംഗർ ഞാനാ. ദേവഗൗഡ അവർക്കെല്ലാം ഡൽഹിയിലുണ്ടാകുമ്പോൾ ഹിന്ദി അറിയാവുക, ഇംഗ്ലീഷ് അറിയാവുക. അയാൾ കന്നഡത്തിൽ വരും, ഞാൻ ഇംഗ്ലീഷിൽ വരും. ക്യാബിനറ്റ് മീറ്റിങ്ങിലും ശരിക്കും ഇയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, കാരണം ഇയാൾ പഠിച്ച ഡിപ്ലോമ. എന്നിട്ട് ഒരു കൊല്ലം സ്വന്തമായിട്ട് നമ്മൾ നടന്നിട്ടില്ല. JDS ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കേസ് നടത്തുന്നൊക്കെ ഉണ്ട്. കേരളത്തിലെ JDS ആണെങ്കിൽ പ്രതിസന്ധിയിലായി BJP-യോടൊപ്പം പോയി. BSL അതിപ്പോ പിണറായി വിജയന് ശരിക്കും തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ്. പിണറായി വിജയൻ പറയണം നിങ്ങൾ എന്താണുള്ള വ്യക്തമാക്കുന്നിട്ട്. അതുപോലും പറയുന്നില്ല. ഞാൻ ഈ പാർലമെന്റ് ഇലക്ഷൻ കേട്ടിരുന്നിട്ട് അനങ്ങാണ്ടുണ്ട്. ഒരു മൂന്നാം മുന്നണി സാധ്യതകളാണ് കർണാടകത്തിൽ CM ഇബ്രാഹിം തേടുന്നത്. ഹുബ്ലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ JSL ബാബു പിലാശ്ശേരിക്കൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1.